കൂട്ടുകാരെ എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. കാരണം വെച്ചാൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും എന്താ പറയുക ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, ഒത്തിരി ക്ലീനിങ്, അടുക്കളയൊക്കെ കിച്ചണൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് ഇതാ കണ്ടില്ലേ. അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എന്തായി, സമയം നല്ല രീതിയിൽ വൈകി. ഇപ്പം എല്ലാവരും കിടന്നു. എന്നിരുന്നാൽ പോലും എനിക്കെങ്ങനെയാണ് എല്ലാ പണി ഒതുക്കി എല്ലാം ക്ലീൻ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നാളെ പിന്നെ അതിനെക്കുറിച്ച് വെറിയുണ്ടായിരിക്കും. ശോശു എൻ്റെ കൂടെ ഉറങ്ങാതെ പേടിക്കണ്ട അമ്മേ, ഞാൻ കൂട്ടിരിക്കാന്ന് പറഞ്ഞ് ശോശു എൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈശോ പറയുന്നത്, നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ, എന്തെല്ലാം വിഷമമുണ്ടോ, ഇന്ന് എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടോ, ഇന്ന് എന്തെല്ലാം സഹനമുണ്ടോ, അത് ഈശോ എന്ത് ചെയ്തു തരും. നമ്മുടെ ഈ സഹനത്തിനൊക്കെ ഒരു പ്രതിഫലം ഉണ്ടെന്ന്. ആ കഷ്ടപ്പാടുകളൊക്കെ എന്താ പറയുക, ഇന്നത്തെ ദുഃഖം നാളത്തെ സന്തോഷമായി തീരുമെന്ന് ഞാനൊരു വചനം ഇട്ടില്ലായിരുന്നു. അതുപോലെ ഇന്നത്തെ ഈ കഷ്ടപ്പാട് നാളത്തെ ഒരു മഹത്വത്തിനായിട്ട് അനേകം പേരുടെ മുമ്പിൽ ഇതൊരു സാക്ഷ്യമായിട്ട്, നമ്മുടെ എന്ത് ദുഃഖം എന്ത് വിഷമമാണോ ഇന്ന് മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നാളെ എന്തായി മാറാൻ പോകും, ഒരു മഹത്വം വരാൻ പോവുക. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വിഷമാണ്. ആ വിഷമത്തിന് അതിനുപരിയായി സന്തോഷം തന്ന് അതിനൊരു വിജയം നൽകാൻ പോയി ഈശോ. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബൈ.